കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2 ജില്ലകളിൽ വന്ന് കാടിളക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇതിലേറ്റവും കൗതുകകരമായ വസ്തുത 2024 നടക്കുമെന്ന് പറയുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് യാതൊരു അറിയിപ്പും ഔദ്യോഗികമായി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഔദ്യോഗികമായി തീയതികൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി 2 ജില്ലകളിൽ ആവർത്തിച്ച് സന്ദർശിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്തുന്നത് കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഗതിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി കേരളത്തിൽ തൃശ്ശൂർ നഗരത്തിൽ വന്നിട്ട് ഏതാണ്ട് 2 ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. അന്ന് തൃശ്ശൂർ നഗരത്തിൽ അദ്ദേഹം വന്ന് വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അനൗപചാരികമായി ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നാന്ദി കുറിച്ചതാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് മഹിളകളെ മഹിളാ മോർച്ചയുടെ പേരിൽ തേക്കിൻകാട് മൈതാനത്ത് ഇരുത്തി ദീർഘമായി പ്രസംഗത്തിലൂടെ ആവേശകരമായി മുദ്രാവാക്യം വിളിച്ച് ജനങ്ങളെ കൊണ്ട് പ്രത്യഭിവാദ്യം ചെയ്യിച്ച് പോയിട്ട് അധിക നാളുകളായിട്ടില്ല. അവിടെയും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കേളികൊട്ടായിരുന്നു എന്ന് എല്ലാ ആളുകൾക്കും നന്നായി ബോധ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വീണ്ടും തൃശ്ശൂർ ജില്ലയിൽ, തൃശ്ശൂർ നഗരത്തിൻ്റെ മധ്യത്തിലല്ലെങ്കിലും അതിൻ്റെ പരിസരത്തും അടുത്തുള്ള മറ്റൊരു ജില്ലയിലും ഇതാ വന്നു പോയിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിന് ഒരു കാരണമായി മാത്രം പറയുന്നത് തൃശ്ശൂരിലെ അപ്രഖ്യാപിത BJP പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായ പ്രശസ്തനായ സിനിമാ താരം ശ്രീ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് 2ാം സന്ദർശനം എന്നാണ്. അത് വെറുമൊരു കാരണം അതിനപ്പുറം രാഷ്ട്രീയ ഉദ്ദേശം കൂടി ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം തൃശ്ശൂർ ജില്ല അല്ലെങ്കിൽ തൃശ്ശൂർ പാർലമെൻറ്റ് നിയോജക മണ്ഡലം BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാർ മണ്ഡലമായി ഇതിനോടകം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ സ്റ്റാർ മണ്ഡലത്തിൽ ഒരു സ്റ്റാറിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി അവർ എന്ത് വില കൊടുത്തും അദ്ദേഹത്തെ വിജയിപ്പിക്കുമെന്ന് ആവർത്തിച്ച് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. ആ പ്രതിജ്ഞ സാക്ഷാത്കരിക്കാൻ വേണ്ടി ബോധപൂർവമാണ് 2 ആഴ്ചത്തെ ഇടവേളയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രത്യേക വിമാനം അതിനുവേണ്ടി ചാർട്ടർ ചെയ്ത് വിമാനമാർഗം കേരളത്തിൽ മുൻപൊരിക്കലും ഒരു പ്രധാനമന്ത്രിയും ചെയ്തിട്ടില്ലാത്ത വിധം വന്ന് ഒരു പ്രചരണ കോലാഹലം ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹം നടത്തിയതായ റോഡ് ഷോയും അദ്ദേഹം നടത്തിയതായിട്ടുള്ള പ്രസംഗങ്ങളുമൊക്കെ അതിശക്തമായ ആസൂത്രണത്തിൻ്റെ പ്രതിഫലനങ്ങളായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എത്ര കോടി രൂപ ചിലവഴിച്ചാലും വേണ്ടില്ല, കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും ലഭിച്ചെങ്കിലേ പറ്റുകയുള്ളൂ എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇപ്പോൾ തന്നെ പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, സ്വാഭാവികമായി ഒരു പ്രധാനമന്ത്രി ഒരു സംസ്ഥാനം സന്ദർശിക്കുമ്പോൾ പ്രോട്ടോക്കോൾ പ്രകാരം അദ്ദേഹത്തിന് പൂർണ്ണമായ സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങൾക്കും ഉണ്ടാകുന്ന സകല ചെലവുകളും വഹിക്കുവാനുള്ള നിയമപരമായ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുണ്ട്. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ 2 തവണത്തെ 2 ആഴ്ച ഇടവിട്ട പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്
എത്ര ലക്ഷം രൂപയാണ് നമ്മുടെ കേരളത്തിലെ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചിരിക്കുന്നത് എന്ന്. അതിനെ ആർക്കും കുറ്റപ്പെടുത്താനായി ആവുകയില്ല. ഞാൻ പറഞ്ഞതുപോലെ അതൊരു നിയമപരമായ ഭരണഘടനാപരമായ ബാധ്യതയാണ്. എന്നാൽ അതിനൊക്കെ എത്രയോ ഉപരിയായിട്ടാണ് ഇതിൻ്റെ മേളക്കൊഴുപ്പിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ലക്ഷങ്ങൾ ഒഴുക്കിയത് എന്നുള്ളത് അവിടുത്തെ ആർഭാടം കാണുന്ന ഏതൊരാൾക്കും നന്നായി മനസ്സിലാകും. ഒരു റോഡ് ഷോയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതായ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പൂക്കൾ എത്ര ടൺ വരും എന്നുള്ളത് ഇപ്പോഴും കണക്കാക്കാൻ പ്രയാസമാണ്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റ് ആഡംബരങ്ങൾ, കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നായി ഈ സ്ത്രീകളെയൊക്കെ അവിടെ എത്തിക്കാനായി ചെലവഴിച്ച സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ, അതിന് ഒരുക്കത്തിന് വേണ്ടി നടത്തിയിട്ടുള്ളതായ മറ്റ് ചിലവുകളൊക്കെ ഏതാണ്ട് കോടിക്കണക്കിന് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊരു പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു കാരണം പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ ഫണ്ടാണ് എന്ന് ന്യായീകരിക്കാനായി അവർക്ക് സാധിച്ചു എന്ന് വരും. അത് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി എന്ത് വില കൊടുത്തും നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ഒരു സീറ്റെങ്കിലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കണം എന്ന അതീവ നിർബന്ധ ബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതേ ലക്ഷ്യത്തോടുകൂടെ തന്നെ ബോധപൂർവമാണ് ശ്രീ നരേന്ദ്രമോദി തൃശ്ശൂരും അതിൻ്റെ പരിസരത്തും അതുപോലെ അതിൻ്റെ ഏറ്റവും അടുത്ത ജില്ലയായ എറണാകുളത്തും ഈ സന്ദർശനം നടത്തിയത്. തൃശ്ശൂരിൽ അദ്ദേഹം ഗുരുവായൂരിൽ ബഹുമാന്യനായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തു. തൊട്ടടുത്ത തൃപ്രയാർ എന്ന് പറയുന്ന സ്ഥലത്തെ ക്ഷേത്രം സന്ദർശിച്ചു. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ വന്ന് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രചാരകരോട് അദ്ദേഹം ദീർഘനേരം സംസാരിച്ചു. അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ നാം കാണേണ്ടതായ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വശം, കേരളത്തിൽ ഏത് മാർഗത്തിലും BJPക്ക് ഒരു സീറ്റ് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂരെ പ്രബലമായ ന്യൂനപക്ഷ സമുദായങ്ങളുടെ പിന്തുണ ഉണ്ടായെങ്കിലേ പറ്റുകയുള്ളൂ. തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ സമുദായത്തിൽ പ്രബലമായ സ്വാധീനമുള്ളത് ക്രൈസ്തവ സമൂഹത്തിനാണ്. വളരെ നിർണായകമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ക്രൈസ്തവർക്ക് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം. അപ്പോൾ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ക്രൈസ്തവ നേതാക്കന്മാരെയൊക്കെ സ്വാധീനിക്കുന്ന മട്ടിൽ വളരെ വലിയ വാഗ്ദാനങ്ങളൊക്കെ വാരിയെറിഞ്ഞുകൊണ്ടും ഞങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടും ക്രൈസ്തവ സമൂഹത്തെ കയ്യിലെടുക്കാനുള്ള ശ്രമം കൂടിയാണ് നരേന്ദ്രമോദി ഈ തൃശ്ശൂർ എറണാകുളം സന്ദർശനത്തിലൂടെ ശ്രമിച്ചത് എന്നതും പകൽ പോലെ വ്യക്തമാണ്. അതിനകത്തെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് മണിപ്പൂരിൽ ക്രൈസ്തവ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ചില സംഭവങ്ങളാണ്. അവിടുത്തെ കലാപം ഇപ്പോഴും കെട്ടടങ്ങാതെ നിൽക്കുന്നു. നൂറുകണക്കിന് ക്രൈസ്തവ ദേവാലയങ്ങൾ ചുട്ടരിക്കപ്പെട്ടു. നൂറുകണക്കിന് ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു. നാളിതുവരെ ആ സംസ്ഥാനം സന്ദർശിക്കാൻ സമയം കണ്ടെത്താത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ക്രൈസ്തവ സമുദായത്തെ എല്ലാം ഞങ്ങൾ ചേർത്ത് പിടിക്കും എന്ന് പറയുമ്പോൾ അത് എത്ര അളവ് വരെ അദ്ദേഹത്തെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വിലക്കെടുക്കും അല്ലെങ്കിൽ വിശ്വാസത്തിലെടുക്കുമെന്നുള്ളത് വരുന്ന ആളുകളിൽ കണ്ടറിയണം. എന്തായാലും ശ്രീമാൻ നരേന്ദ്രമോദി തന്നെ മുഖ്യ പ്രചാരകനായി രംഗത്ത് വന്ന് ശ്രീ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നാം വായിച്ചെടുക്കേണ്ടതായിട്ടുള്ള പല വസ്തുതകളുമുണ്ട് എന്ന് എല്ലാവരും ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. കേരളത്തെ ക്രൈസ്തവ സമൂഹത്തെ അത്ര നിസ്സാരമായി സ്വാധീനിച്ചുകൊണ്ട് ഈ വാഗ്ദാനങ്ങളോടും അല്ലെങ്കിൽ ഈ തരത്തിലുള്ള
കാടിളക്കിയുള്ള പ്രചാരണം കൊണ്ടും അവരെ വരുതിക്ക് നിർത്തി അതൊരു വോട്ട് ബാങ്കായി പരിവർത്തനം കഴിയുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ പോലെ ഒരു സംസ്ഥാനത്ത് അതത്ര നിസ്സാരമാണ് എന്ന് കരുതുക വയ്യ. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്നവർക്കെല്ലാം അറിയാം, ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ, അത് നിയമസഭയാകട്ടെ പാർലമെൻ്റ് ആകട്ടെ, തെരഞ്ഞെടുപ്പുകളിൽ മുഖ്യ കക്ഷികളായി ഏറ്റുമുട്ടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന LDFും അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ്. ഇതിനിടയിലൂടെ ഇനിയും ഇവരെ ഭേദിച്ചുകൊണ്ട് വേണം ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു പ്രവേശനം ഉറപ്പാക്കാൻ. അതത്ര ചെറിയ കാര്യമല്ല എന്ന് കേരളത്തിലെ രാഷ്ട്രീയ സമൂഹം, പൊതുസമൂഹത്തിന് നന്നായിട്ടറിയാം. അത് BJPക്കും അറിയാമെന്നുള്ളത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ അരയും തലയും മുറുക്കി അവരുടെ ആവനാഴിയിലെ എല്ലാ ആയുധങ്ങളും പുറത്തെടുത്തുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദിയെ മുഖ്യ പ്രചാരകനായി മുൻനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് നാളുകൾക്ക് മുൻപേ തന്നെ ഈ തരത്തിൽ ഒരു വലിയ മാമാങ്കം നടത്തിയിരിക്കുന്നത്. എന്തായാലും വടക്കേ ഇന്ത്യയൊക്കെ അവർക്ക് സുരക്ഷിതമാണ്. തെക്കേ ഇന്ത്യയിൽ തമിഴ്നാടും കേരളവും കർണാടകയും തെലുങ്കാനയും ആന്ധ്രാപ്രദേശും കൂടെ ഞങ്ങൾ സ്വാധീനം ഉറപ്പിച്ചേ പോവുകയുള്ളൂ എന്ന പ്രതിജ്ഞയോടുകൂടിയാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. വൈകാതെ തന്നെ അദ്ദേഹം തമിഴ്നാട് സന്ദർശിക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. കർണാടകയിലും തെലുങ്കാനയിലും ആന്ധ്രയിലുമൊക്കെ സന്ദർശിച്ച് തെക്കേ ഇന്ത്യയിൽ ഭാരതീയ ജനതാ പാർട്ടിക്കൊരു ഒരു ബലം സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ ഒരു അംഗീകാരം നേടിയെടുക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ്. അത് എത്രമാത്രം വിജയിക്കുമെന്ന് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇത് പൂർണ്ണമാക്കാമെന്ന് വിചാരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു സീറ്റ് കിട്ടിയാൽ അത് വടക്കേ ഇന്ത്യയിൽ കിട്ടുന്ന 50 സീറ്റുകളുടെ മൂല്യമുള്ളതായിരിക്കുമെന്ന കാര്യത്തിലും യാതൊരു തർക്കമില്ല എന്നാണ് അവർ അതിനെ കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഒരു സീറ്റിന് BJPയെ സംബന്ധിച്ചിടത്തോളം വടക്കേ ഇന്ത്യയിലെ 50-ലധികം സീറ്റുകളുടെ വിലയുണ്ട് എന്നതാണ്. ഇത്രയും കാടിളക്കി, ഇത്രയും പണം ചെലവഴിച്ച്, ഇത്രയും മനുഷ്യ വിഭവശേഷി ഉപയോഗിച്ച് തൃശ്ശൂരിൽ വന്ന് പ്രചരണത്തിന് തുടക്കം കുറിക്കാൻ അത് എന്തായാലും ഏത് തരത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള ജനതയെ സ്വാധീനിക്കുമെന്നുള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം, തെരഞ്ഞെടുപ്പ് മൂർധന്യത്തിലേക്ക് പോകുമ്പോൾ മാത്രമേ നമുക്ക് അന്തിമമായി വിലയിരുത്തി ഒരു നിഗമനത്തിലെത്താനായി സാധിക്കുകയുള്ളൂ.